ലോകത്തെ തന്നെ നടുക്കിയ തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് നടന്ന കൊലപാതകം ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു പുതിയ ന്യൂസ്. അഫ്സാന് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. 6 പേരെ കൊല്ലാൻ ശ്രമിച്ചു. അതിൽ ഉമ്മയുടെ ജീവൻ മാത്രം പോയിട്ടില്ല. ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുറേശ്ശെ മെച്ചപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. അതിക്രൂരമായിട്ടാണ് ഉമ്മയോടാണെങ്കിലും പെരുമാറിയിരിക്കുന്നത്. ഈ 5 പേരെയും കൊന്നിരിക്കുന്നത് നെഞ്ചിന് മുകളിൽ വളരെ ആഴമേറിയ ചുറ്റിക കൊണ്ട് അടിച്ച് ആഴമേറിയ മുറിവുകളാണ് വരുത്തിയിരിക്കുന്നത്. ഇവൻ യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്നു. ഇതപ്പോൾ ലഹരിയുടെ പുറത്ത് ചെയ്യുന്നതാണോ? എങ്ങനെ സാധിച്ചു? ഇത്രയും കൊടും ക്രൂരത ചെയ്തിട്ട് ഒരു സുഹൃത്തിനെ വിളിച്ച് പറയണ, മച്ചാൻ ഞാൻ 6 പേരെ തട്ടിയിട്ടുണ്ട്, ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി വരട്ടെ എന്ന്. ഇതെന്താണ് ഈ നടക്കുന്നത് നമ്മുടെ ലോകത്ത്? നമ്മുടെ ലഹരിയുടെ ഉപയോഗം അമിതമായി വരുന്നതിൻ്റെയാണോ അതോ നമ്മുടെ നിയമത്തിൻ്റെ അപാകതകളാണോ? എനിക്കിതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. സ്വന്തം അനുജൻ്റെ കാര്യം എടുത്താൽ പോലും നമുക്കത് എത്രത്തോളം എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ആ കുട്ടിയുടെ വെറും 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സാൻ്റെ ഒരു കണ്ണ് പോലും അവൻ്റെ മുഖത്ത് അടിച്ച് കുഴിഞ്ഞ അവസ്ഥയിലാണ്. ആ കുട്ടിയുടെ കണ്ണ് പോലും ഒരുപാട് കുഴിവ് തലയ്ക്ക് ചുറ്റിനും വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ സ്വന്തം മനസ്സും പണമായിട്ടും അല്ലെങ്കിൽ സ്വർണമായിട്ടും സ്വന്തം മനസ്സ് കൊടുത്ത് സ്നേഹിച്ച സ്വന്തം കാമുകിയായ ഫസാനയോട് അതിക്രൂരമായിട്ട് വീട്ടിൽ വരുത്തി അതിക്രൂരമായിട്ട് തലയോട്ടി പിളർന്നു പോകാൻ പാകത്തിനുള്ള രീതിയിൽ അതിക്രൂരമായ രീതിയിലാണ് ആ കുട്ടിയോട് പോലും ഇവൻ പെരുമാറിയിരിക്കുന്നത്. ഇത്രയും വേദനകൾ ആൾക്കാർ അനുഭവിച്ച് മരണപ്പെട്ടു. ഇവന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നുമില്ലാണ്ട് അവൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ജയിലിലും കിടക്കുന്നു. ഇതെന്താണിത്? എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഈ വേദനകൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇതെല്ലാം അറിഞ്ഞ് തന്നെ അവൻ്റെ ആ ഒരു ജീവൻ അവസാനം വരുത്തണം എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാര്യം എന്ന് വെച്ചാൽ ആ കുഞ്ഞനുജൻ തൊട്ട് അതുപോലെ ആ ലത്തീഫ്, അയാളുടെ വൈഫ്, പിന്നെ അവരുടെ ഒരു വല്യുമ്മ എന്ത് ക്രൂരമായിട്ടാണ് സ്വന്തം പ്രസവിച്ച ഉമ്മാനെ പോലും അവൻ വിട്ടിട്ടില്ല. ഉമ്മ മരണം വരാനുള്ള അവസ്ഥ വരെ അവൻ ആക്കിയിട്ടും ആ ഉമ്മ മരണത്തിലോട്ട് പോയില്ല. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു രീതി അവനത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവനെപ്പോലെയുള്ള ഇതുപോലെയുള്ള ഈ വരും തലമുറകൾ ഓർക്കണം. വെറും 24 വയസ്സ് മാത്രമേ ഈ അഫാനുള്ളൂ. ഇതിനു മുന്നേ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 1 മാസം മുന്നേ എന്നെ നടന്നത് 3 പേരെ കൊന്ന ഒരു ആൾ. അതും ഇതുപോലെ തന്നെ ഏകദേശം 23 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. നമുക്ക് നമ്മുടെ ഈ വരും തലമുറകൾ എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത്? ആ വരും തലമുറയിലുള്ള ഈ മക്കൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് പഠിച്ചവരും വരുന്നത്? എനിക്ക് മനസ്സിലാവില്ല. നമ്മളുൾപ്പെടെ നമ്മളെപ്പോലെയുള്ള മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്. അവർ അറിവ് നേടുക അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ അറിഞ്ഞു വരും. അല്ലെങ്കിൽ നമ്മളാണെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിവ് നേടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് പഠിച്ച് ഇവർ പുറത്തോട്ട് വരുന്നത്? ഇതെന്താണ് ഇവർ മനസ്സിലാക്കുന്നത്? ഇതെന്താണ് നമ്മുടെ ഈ ലഹരിയുടെ അമിതമായ ഉപയോഗമാണോ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഈ വരും തലമുറയെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതുപോലെയുള്ള അവസ്ഥകൾ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ഒരിക്കലും ഇതുപോലെയുള്ള അവസ്ഥകൾ വരാതിരിക്കട്ടെ. എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ ഇത്രയും വ്യക്തികളുടെ ഈ കൊടും ക്രൂരമായ കൊലപാതകം നടന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത് അഫ്സാൻ എന്ന ആ കുഞ്ഞനുജൻ, അവൻ്റെ ആ പൊന്നുമോൻ്റെ മരണം, അത് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അവൻ്റെ കൈക്കുള്ളിൽ ഇക്കാക്ക എന്ന് പറഞ്ഞ് അവൻ കൊണ്ടു നടന്ന ആ ഒരു കുഞ്ഞിനെ എന്ത് പേരിൽ അല്ലെങ്കിൽ ആരെ രക്ഷിക്കാനാണോ അവനത് ആ കുഞ്ഞിനെയും കൂടെ ഈ കൊലപാതകത്തിലോട്ട് വലിച്ചിഴച്ചു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇതുപോലുള്ള പൈശാചികമായ കൊടും ക്രൂരതകൾ ഈ ലോകത്ത് ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ നിയമം വളരെ വളരെ ഒരുപാട് ശക്തമായിട്ട് നമ്മുടെ നിയമങ്ങൾ മുന്നോട്ട് വരികയും ലഹരി സംബന്ധമായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ തലം തൊട്ട് തന്നെ അതിൻ്റെ ആ ഒരു രീതി കുറേ കൂടെ അവർക്ക് അതിനെ ബോധവൽക്കരണം നൽകി ആ ഒരു കുറേ കൂടെ നല്ല രീതിയിൽ അവരിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ അങ്ങനെയുള്ള ഒരുപാട്
ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സ്കൂളുകളിലും മറ്റുമൊക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവന്ന് അത് ഇതിനെതിരെ ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ മാനസികാവസ്ഥ കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും ഉള്ളതല്ല. ഈ 2 മക്കളും ഈ ഉമ്മായും കൂടെയാണ് ഒരുമിച്ച് പോകുന്നതും വരുന്നതും. ഉമ്മായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഈ മൂത്ത മോനാണ്. ഈ ഇളയ കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഈ മോനാണ്. അത് തള്ളയ്ക്ക് ചെറിയൊരു അനക്കമുണ്ട്. മറ്റു 2 പേർക്കും ഒരു ഇതുമില്ലാതെ തന്നെ അനക്കമില്ലാതെ തന്നെ കൊണ്ടുപോയി. അഫാൻ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം പോലീസ് വന്നതിന് ശേഷമാണ് ഇവിടെ ബാക്കിയുള്ളവർ അറിയുന്നത്. എല്ലാം പിന്നെ റൂം അടിച്ച് പൂട്ട് പൊളിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. അരമണിക്കൂറോളം എടുത്തു ഈ പറഞ്ഞ റൂമിനകത്ത് കയറാൻ. നമ്മൾ അകത്ത് കയറുമ്പോൾ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലാരും അകത്തോട്ട് കയറിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു. ലാസ്റ്റിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരുന്നു. പോലീസ് വന്ന് പിന്നെ ഗേറ്റ് അടിച്ച് പൊട്ടിക്കുന്ന കേട്ടെന്നാണ് ഞാൻ അറിയുന്നത്. അരമണിക്കൂറോളം എടുത്ത് ആ വീട്ടിനകത്ത് കയറാൻ. പിന്നെ അതിനുശേഷമാണ് അകത്ത് കയറുന്നത്. അകത്ത് കയറിയപ്പോൾ ഹാളിൽ ഈ കുട്ടി കമിഴ്ന്ന് കിടക്കുന്നു. ഇളയ കുട്ടി അത് പൂട്ടിയേക്കായിരുന്നു. ഈ കുട്ടി പിന്നെ ഉമ്മായും അതിനകത്തിട്ട്